കാണിച്ചു തരാം. തേങ്ങ, പിന്നെ ഇതൊന്നൊരു സാധനം ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 3 വലിയ പച്ചമുളക്, പിന്നെ നമ്മുടെ പുളിയില. ഇതെല്ലാം നമ്മൾ പിന്നെ കുറച്ച് ഉപ്പ് കൂട്ടിയിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കാൻ പോകാം കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിന് നോക്കി വേണം ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. ഒരുപാട് വെള്ളം മുമ്പേ കോരി ഒഴിച്ചിട്ട് വെള്ളം പോലെ ആക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്കിത് അരച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. മാക്സിമം വെള്ളം കുറച്ച് അടിക്കുക, കാരണം ഇത് മുഴുവൻ നമുക്ക് പാനിൽ വെച്ചിട്ട് വറ്റിച്ച് കളയേണ്ടതാണ്. ഇനി നമുക്കിത് വറ്റിക്കാം. സ്റ്റോപ്പ് ചെയ്യാം. ഇതിങ്ങനെ പരത്തിയിട്ട് കൊടുത്തിട്ട് ഇതിൽ വെള്ളം മുഴുവൻ നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കണം കേട്ടോ. തീ കൂട്ടിയിടുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മാക്സിമം തീ കുറച്ചിട്ടിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം. വെള്ളം മുഴുവൻ വറ്റിപ്പോകണം. ഞാനിത് തീ കുറച്ചിട്ടിട്ടൊന്നുമില്ല കേട്ടോ. ഞാനിത് ഫുൾ തീയിൽ തന്നെയാണ് ഇട്ടേക്കണത്. കാരണം തീ കുറച്ച് നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പയ്യെ ഇങ്ങനെ തീ കൂട്ടിയിട്ട് അതുകൊണ്ടാണ് ഈ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നെ ഇത് മൂത്ത് വയസ്സായാലേ അല്ല കേട്ടോ. അത് ഒന്നില്ലെങ്കിൽ കിളുന്തല വേണം, അല്ലെങ്കിൽ ഇത്തിരി കൂടി കിളുന്തിൻ്റെ പരിവം കഴിഞ്ഞ് കുറച്ചും കൂടി നീങ്ങിയ ആയാലും കുഴപ്പമില്ല. ഇത് മീനിട്ടും വെക്കാം. ഇങ്ങനെ മീനിട്ട് ചാളയോ അയിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ സെയിം രീതി തന്നെ. അതിനകത്തേക്ക് മീൻ ഇടണമെന്നുള്ള വ്യത്യാസമുള്ളൂ. ഇതിപ്പോൾ ഞാൻ മീനൊന്നും ഇട്ടിട്ടില്ല, മീനിടാണ്ട് ഉണ്ടാക്കുന്നത്. ഈ പരിവായി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് കൂട്ടി ഇളക്കും. ഇതിങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വെള്ളം മുഴുവൻ വറ്റിയിട്ടോ, മൊത്തം വറ്റിച്ചിട്ടുണ്ട് വെള്ളം വറ്റി കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് മാറും. മുമ്പത്തെ കളറല്ല, വേറൊരു കളറാണ്. ഇത് വാഴയിലൊന്നും ചൂടാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ എളുപ്പത്തിൽ പറ്റണം. ഒരു ചമ്മന്തി എന്നൊക്കെ പറയാലോ വേണമെങ്കിൽ, എന്തെങ്കിലും പറഞ്ഞോ. പക്ഷെ ഇത് കൂട്ടി ചോറുണ്ടാൻ നല്ല ടേസ്റ്റാണ്. അത്ര മാത്രം എനിക്കറിയാം. ഓ സൂപ്പർ. നല്ല എരിവും പുളിയും എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റാട്ടോ. എല്ലാവർക്കൊക്കെ അറിയണതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ.